ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നാരങ്ങ വെച്ച് തയ്യാറാക്കിയെടുക്കുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ ചോറിൻ്റെ കൂടെ വേറൊരു കറികളുടെയും ആവശ്യമില്ല. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണിത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിരുന്നാലേ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ നാരങ്ങ ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 8 നാരങ്ങ നല്ലെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ നാരങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. നാരങ്ങ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നല്ലെണ്ണയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്, എന്നാലേ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുള്ളൂ. നാരങ്ങ ഒരു പകുതി വേവാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും 3 പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു നാരങ്ങയുടെ അളവിലാണ് എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ നാരങ്ങ എടുക്കുമ്പോൾ ഇതിൻ്റെ പകുതി എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസും പകുതി എടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 സബോളയും 2 തക്കാളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം നാരങ്ങ മാത്രം എണ്ണയിൽ കിടന്ന് ഒരു പകുതി വേവാകുമ്പോൾ വേണം ബാക്കിയുള്ളത് കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതെല്ലാം എണ്ണയിൽ നിന്നും കോരി മാറ്റിയതിന് ശേഷം ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാറണം. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ചൂടാറിയതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഈ ഒരു സ്പൂൺ അളവിൽ 2.5 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് അച്ചാറിനൊക്കെ ചേർത്ത് കൊടുക്കുന്ന കായത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മളിത് അരച്ചെടുക്കുന്ന നേരത്തേക്ക് വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് കഴിയുമ്പോൾ ഈ ഒരു കട്ടിക്കായിരിക്കണം നമ്മുടെ ചമ്മന്തി റെഡിയായി കിട്ടുന്നത്. ഇത്രയും നല്ല നൈസായിട്ട് അരച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജാറ് നല്ലോണം ഒന്ന് ചൂടാവും. ആ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് വെള്ളം എന്തായാലും ആവശ്യമുണ്ടാവും. അരയ്ക്കുന്ന നേരത്ത് ചെറുതായിട്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇതുപോലെ അരച്ചെടുക്കാൻ നേരത്ത് വെള്ളത്തിന് പകരം 3-4 പീസ് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം അരച്ചെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ചൂടാവില്ല. ഇനി ഇതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇനി ഞാൻ ഇതുപോലെ 1 സ്പൂൺ അളവിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ എടുത്തു വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ തന്നെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ വിനാഗിരിയുടെ ആവശ്യമില്ല, നമ്മളല്ലാതെ തന്നെ എടുത്ത് കഴിക്കാം. ഒരു കുപ്പി കഴുകിയെടുത്തതിന് ശേഷം അതിലെ നനവെല്ലാം തുടച്ചെടുത്തിട്ട് നമ്മളിത് ആ കുപ്പിയിലോട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ എടുത്തു വെച്ചിരുന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ ആയിട്ട് ഇട്ട് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.